മോഹൻലാലിന്റെ ആറാട്ട് എന്ന ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് സന്തോഷ് വർക്കി എന്ന സോഷ്യൽ മീഡിയയുടെ സ്വന്തം ആറാട്ടണ്ണൻ. ഇപ്പോഴിത് അയാൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത സംവിധായകൻ തന്നെ തെറി പറഞ്ഞെന്ന് ആരോപിച്ച സന്തോഷ് വർക്കി കഴിഞ്ഞ ദിവസം ഫോൺ കോൾ സംഭാഷണം പുറത്തുവിട്ടിരുന്നു. ഇതേക്കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ. എറണാകുളത്ത് ഇത്രയും പൊട്ടന്മാർ ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു. ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ എടുത്തപ്പോൾ മറുവശത്ത് നിന്ന് ഹലോ ശാന്തിവിള ദിനേശനല്ലേ, ഞാൻ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞു. നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ഞാൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചു. മാരിവിൽ ഗോപുരം എന്ന സിനിമയിൽ ഞാൻ റിവ്യൂ നടത്തിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് നിങ്ങളൊരു പ്രോഗ്രാം ചെയ്തില്ലേ എന്ന് ചോദിച്ചു. റിവ്യൂവും കണ്ടിട്ടില്ല, നിന്നെപ്പറ്റി ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്നും ഞാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നമ്പർ ബ്ലോക്ക് ചെയ്തു. 5 മിനിറ്റ് മറ്റൊരു നമ്പറിൽ നിന്നും വിളിച്ചു. ഞാനൊന്നും മിണ്ടാതെ കട്ട് ചെയ്തു. ഇതും ബ്ലോക്ക് ചെയ്തു. 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചു. നിങ്ങൾ അതും ബ്ലോക്ക് ചെയ്തു. ഞാൻ അപ്പോൾ മലയാളത്തിൽ പറയാവുന്ന ശുദ്ധമായ തെറി വിളിച്ചു. നിന്നെ എറണാകുളത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മൂക്കിടിച്ച് പരത്തും എന്ന് പറഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇവൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നു. അവനത് ഏതോ തല്ലിപ്പുള്ളി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റിയില്ല. ഓരോരുത്തർ വിദേശത്ത് നിന്നൊക്കെ വിളിച്ചു. ആ വട്ട് ചെറുക്കനെ നിങ്ങൾ തെറി വിളിച്ചോ എന്നൊക്കെ. അവനെ വിളിക്കുന്നത് അവൻ പ്രോഗ്രാം ആക്കിയിരിക്കുന്നുവെന്നും ശാന്തിവിള ദിനേശൻ ചൂണ്ടിക്കാട്ടി. ഇവനെ പോലുള്ളവരെ പിടിച്ച് അകത്തിടണമെന്ന് ശാന്തിവിള ദിനേശൻ തുറന്നടിച്ചു. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടാൽ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ച് പോകും. മഞ്ജു വാര്യർക്ക് അവനോളം പ്രായമുണ്ട്. എന്നാലും ചേച്ചിക്ക് ഞാൻ ജീവിതം കൊടുക്കാമെന്നാണ് അവൻ പറയുന്നത്. ചെവിട്ടിന് അടി കൊടുക്കേണ്ടേ? മഞ്ജുവിന്റെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അവൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല, മകൾ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവന് ഉപദേശം കൊടുത്തു. അങ്ങേരൊരു പാവം സാധു മനുഷ്യനായിരിക്കും. വേറെ ഇത്തിരി ചൂടനായിരുന്നുവെങ്കിൽ ഇവനോട് എന്ത് മറുപടി പറഞ്ഞേനെ. ഒരു ജോലിക്കും പോകുന്നില്ല, നേരെ കുളിക്കുന്നു പോലുമില്ലെന്ന് തോന്നുന്നു. രാവിലെ ഉറക്കപ്പായിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ ബോഡി ഷെയ്മിങ് നടത്തിയെന്നാണ് പറയുന്നത്. ഇവൻ എന്ത് ബോഡി ഇരിക്കുന്നു? PhD എഴുതണമെന്നാണ് പറയുന്നത്. ഇവൻ PhD എന്നല്ല ഒരു തേങ്ങയും ചെയ്യില്ല. ഈ ചെറുക്കൻ്റെ ജീവിതം നശിച്ചു പോകുമെന്നും ശാന്തിവിള ദിനേശൻ അഭിപ്രായപ്പെട്ടു. മഞ്ജു വാര്യരെ തനിക്കിഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും നേരത്തെ സന്തോഷ് വർക്കി പറഞ്ഞിട്ടുണ്ട്. സിനിമാ രംഗത്ത് താൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന താരമാണ് മഞ്ജു വാര്യർ എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത്. ദിലീപും മഞ്ജു വാര്യരും മാച്ച് അല്ലായിരുന്നു. ദിലീപിന് മഞ്ജുവിൻ്റെ അത്ര ലെവലില്ല. പ്രായത്തിൻ്റെ ചാബല്യത്തിൽ സംഭവിച്ചതായിരിക്കും. ഇപ്പോഴും നന്നായി അഭിനയിക്കുന്നുണ്ട്, പക്ഷേ പഴയതുപോലെ ഹിറ്റാവുന്നില്ല. ഇപ്പോൾ മോഡേണായി. നല്ല വ്യക്തിയാണ്. അവർ വളരെ വേദനിച്ചു. ഞാൻ അവരെ 4 തവണ നേരിട്ട് കണ്ടു. 4 തവണയും മര്യാദയ്ക്കാണ് എന്നോട് സംസാരിച്ചത്. സ്ട്രോങ് ലേഡിയാണ്. ഒരു കാലം കഴിഞ്ഞാൽ മഞ്ജു എത്ര നാൾ സിനിമയിൽ ഉണ്ടാവുമെന്നറിയില്ല. സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാവുമ്പോൾ ആരും ഉണ്ടാവില്ല. ബ്രദർ മാത്രമേ ഉള്ളൂ. നല്ല പേഴ്സണാണ്. വേദനിപ്പിച്ചതിൻ്റെ വൈരാഗ്യമുണ്ട്. എനിക്ക് മഞ്ജു വാര്യരിൽ നിന്ന് പഠിക്കാനുള്ള കാര്യമാണ് പോസിറ്റിവിറ്റി എന്നുമാണ് സന്തോഷ് വർക്കി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരിക്കൽ പറഞ്ഞത്.